നമസ്കാരം, UK മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ നിന്ന് 8 ആഴ്ചയിൽ കൂടുതൽ വിദേശത്ത് തങ്ങുന്നവർക്ക് ചൈൽഡ് ബെനിഫിറ്റ് ലഭിക്കുന്നത് തടയാൻ ബ്രിട്ടീഷ് സർക്കാർ കർശന നടപടികളുമായി മുന്നോട്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 350 മില്യൺ പൗണ്ട് ലഭിക്കാനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. യാത്രാ വിവരങ്ങൾ ഉപയോഗിച്ച് ക്ലെയിമുകൾ ട്രാക്ക് ചെയ്യാൻ 200-ലധികം അന്വേഷകരുടെ പുതിയ സ്പെഷ്യലിസ്റ്റ് ടീമിനെ നിയോഗിക്കും. 12 മാസത്തിനുള്ളിൽ 2600 പേർക്ക് തെറ്റായി നൽകിയ 17 മില്യൺ പൗണ്ട് തിരികെ പിടിച്ച പൈലറ്റ് പദ്ധതിയുടെ വിജയമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. 6.9 മില്യൺ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ചൈൽഡ് ബെനിഫിറ്റ് UK-യിലെ ഏറ്റവും വ്യാപകമായ ആനുകൂല്യമാണ്. 8 ആഴ്ചയിൽ കൂടുതൽ വിദേശത്ത് താമസിക്കുന്നവർ മെഡിക്കൽ ചികിത്സ അല്ലെങ്കിൽ കുടുംബാംഗത്തിന്റെ മരണം പോലുള്ള അസാധാരണ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ ഈ ആനുകൂല്യത്തിന് അർഹരല്ല. 2024-25 6.5 ബില്യൺ പൗണ്ടിന്റെ ബെനിഫിറ്റ് ഓവർ പേയ്മെന്റ് തട്ടിപ്പ് മൂലമുണ്ടായതായി ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസ് വ്യക്തമാക്കി. 16 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ അംഗീകൃത വിദ്യാഭ്യാസത്തിലുള്ള 20 വയസ്സിന് താഴെയുള്ള കുട്ടിക്കാണ് ഈ ആനുകൂല്യം നൽകുക. ആദ്യ കുട്ടിക്ക് പ്രതിവാരം 26.05 പൗണ്ടും മറ്റു കുട്ടികൾക്ക് 17.25 പൗണ്ടും ലഭിക്കും. താമസക്കാർക്ക് HMRC അറിയിക്കേണ്ടതുണ്ട്, അല്ലാത്ത പക്ഷം തട്ടിപ്പായി കണക്കാക്കും. പബ്ലിക് സെക്ടർ ഫ്രോഡ് അതോറിറ്റി, ഹോം ഓഫീസ്, HMRC എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ പൈലറ്റിൽ 2 ലക്ഷം ക്ലെയിമുകളുടെ ഡാറ്റ പരിശോധിച്ചാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഓരോ കേസും മനുഷ്യ അന്വേഷകർ വിശദമായി പരിശോധിക്കുകയും കുടുംബങ്ങളെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. UK-യിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1,11,000 അഭയാർത്ഥി അപേക്ഷകൾ ലഭിച്ചതായി ഹോം ഓഫീസിന്റെ പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 14% വർധനവ് രേഖപ്പെടുത്തിയ ഈ കണക്ക് 2022-ലെ 1,03,000 എന്ന റെക്കോർഡിനെ മറികടന്നു. എന്നാൽ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ളതിനേക്കാൾ വേഗത്തിൽ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിനാൽ ഭവന പിന്തുണ ആവശ്യമുള്ളവരുടെ എണ്ണം ഭാവിയിൽ കുറയാനാണ് സാധ്യത. 71,000 കേസുകൾ, അതായത് 91,000 പേർ ഇപ്പോഴും പ്രാഥമിക തീരുമാനത്തിനായി കാത്തിരിക്കുന്നുണ്ട്. 2023 ജൂണിലെ 1,34,000 കേസുകളുടെ ബാക്ക്ലോഗിന്റെ പകുതിയോളം മാത്രമാണ് ഈ കണക്ക്. ലേബർ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഹോട്ടലുകളിൽ താമസിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണം 32,509 ചെറുതായി ഉയർന്നു. എന്നാൽ 2023 സെപ്റ്റംബറിലെ 56,000 എന്ന ഉയർന്ന കണക്കിനേക്കാൾ ഇത് വളരെ കുറവാണ്. 2029ഓടെ ബാക്ക്ലോഗ് പൂർണ്ണമായും തീർക്കുമെന്ന് ലേബർ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചാനൽ ക്രോസിംഗുകൾ കുറയ്ക്കാനും സർക്കാർ നിയന്ത്രിത പുതിയ താമസ കേന്ദ്രങ്ങൾ തുറക്കാനും പദ്ധതിയുണ്ട്. എന്നാൽ UK-യിൽ തുടരാൻ അനുമതിയില്ലാത്തവരെ വേഗത്തിൽ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഈ ലക്ഷ്യം നേടുന്നതിന് നിർണായകമാണ്. കഴിഞ്ഞ വർഷം നിർബന്ധിതമായി നാടുകടത്തി. ഇതിൽ പകുതിയിലധികവും ശിക്ഷ പൂർത്തിയാകാത്ത വിദേശ ക്രിമിനലുകളാണ്. പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി അപേക്ഷകൾ സമർപ്പിച്ചത്. ഇവരിൽ ഭൂരിഭാഗവും വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി വിസയിൽ നിയമപരമായി എത്തിയ ശേഷം പിന്നീട് അഭയം തേടിയവരാണ്. അതേസമയം ചെറു ബോട്ടുകളിൽ എത്തിയവരിൽ ഏറെയും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരും. എസെക്സിലെ എപ്പിങ്ങിൽ ഒരു ഹോട്ടൽ അഭയാർത്ഥിയെ താമസിപ്പിക്കുന്നത് നിർത്തണമെന്ന് ഹൈക്കോടതി വിധിച്ചതിനെ തുടർന്ന് മറ്റ് ലേബർ നിയന്ത്രിത കൗൺസിലുകളും സമാനമായ നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ട്. ഇത് UK-യുടെ അഭയാർത്ഥി നയങ്ങളെ കുറിച്ചുള്ള വിവാദങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. UK-യിൽ ബാങ്ക് ഹോളിഡേ വാരാന്ത്യത്തിൽ യാത്രക്കാർക്ക് കാര്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. റോഡുകളുടെ തിരക്ക്, റെയിൽവേ സമരം, എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ എന്നിവ മൂലം യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കും. ക്രോസ് കൺട്രി റൂട്ടുകളിൽ അബർദീനിൽ നിന്ന് കോൺവാൾ വരെയുള്ള ട്രെയിൻ സർവീസുകളിൽ RMT യൂണിയന്റെ ശമ്പളം, സുരക്ഷ, ജോലി സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സമരം കാരണം വലിയ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച 3 മില്യൺ യാത്രക്കാർ പ്രതീക്ഷിക്കുന്നതിനാൽ പ്രത്യേകിച്ച് ബ്രിസ്റ്റോൾ മുതൽ ഡെവൻ വരെയുള്ള M5 റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്ന് RAC മുന്നറിയിപ്പ് നൽകി. 3 ദിവസത്തെ വാരാന്ത്യത്തിൽ കാലാവസ്ഥ ഏറെക്കുറെ വരണ്ടതായിരിക്കുമെന്നാണ് പ്രവചനം. ഇത് രാജ്യത്തുടനീളമുള്ള ഫെസ്റ്റിവലുകളിൽ വൻ ജനക്കൂട്ടത്തെ ആകർഷിപ്പിക്കും. ലണ്ടനിലെ നോട്ടിംഗ് ഹിൽ കാർണിവൽ, റീഡിംഗ് ആൻഡ് ലീഡ്സ് ഫെസ്റ്റിവലുകൾ, ബെൽഫാസ്റ്റിലെ എമേർജ് ഫെസ്റ്റിവൽ, എഡിൻബറോ ഫ്രഞ്ചിന്റെ സമാപന വാരാന്ത്യം, ചെഷയറിലെ കീംഫീൽഡ് ഫെസ്റ്റിവൽ, വനിതകളുടെ റഗ്ബി ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരങ്ങൾ എന്നിവയിൽ വൻ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലാൻഡ് എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച ബാങ്ക് ഹോളിഡേ ആണ്. ഇത് ക്രിസ്മസിന് മുൻപുള്ള അവസാന നീണ്ട വാരാന്ത്യം കൂടിയാണ്.
യുകെയിലേക്കുള്ള വിദ്യാർത്ഥി വിസ ഇന്ത്യക്കാർക്ക് വൻ തിരിച്ചടി. UK സർവകലാശാലകളിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഹോം ഓഫീസ് കണക്കുകൾ തിരിച്ചടിയാകുന്നു. 2025 ജൂണിൽ അവസാന വർഷം 98,014 വിസകൾ മാത്രമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. 99,919 വിസകളുമായി ചൈന തൊട്ടു പിന്നിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11% കുറവാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച വിസകളിൽ ഉണ്ടായത്. കർശനമായ കുടിയേറ്റ നിയന്ത്രണങ്ങളും വിസ നിയന്ത്രണങ്ങളുമാണ് ഈ ഇടിവിന് പിന്നിൽ. അനധികൃത കുടിയേറ്റത്തിനെതിരായ UK സർക്കാരിന്റെ കനത്ത നടപടികൾ ഇന്ത്യക്കാരെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2,715 ഇന്ത്യക്കാർ കുടിയേറ്റ നിയമ ലംഘനത്തിന് തടവിലായി. ഇത് മുൻ വർഷത്തെക്കാൾ ഇരട്ടി കൂടുതലാണ്. എങ്കിലും ഭൂരിഭാഗം പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചു. സ്റ്റുഡൻസ് വിസയിൽ എത്തുന്നവർക്ക് കുടുംബാംഗങ്ങളെ ഡിപ്പെൻഡൻസ് വിസയിൽ കൊണ്ടുവരാനും പഠനശേഷം ജോലി കണ്ടെത്തി സ്ഥിര താമസാനുമതി നേടാനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും UKയിലേക്കുള്ള വരവിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. വിസ നിയന്ത്രണങ്ങളും ഉയർന്ന ജീവിത ചെലവും മലയാളി യുവാക്കളെ UKയിൽ നിന്ന് അകറ്റുന്നുണ്ട്. വിദേശ വിദ്യാഭ്യാസത്തിന്റെ സ്വപ്നം കാണുന്ന മലയാളികൾക്ക് ഈ സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. UK സർക്കാരിന്റെ കർശന നിലപാടുകൾ മലയാളി വിദ്യാർത്ഥികളുടെ ഭാവി പദ്ധതികളെ ബാധിക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശിശുഭക്ഷണ നിർമ്മാതാക്കൾക്ക് ബ്രിട്ടീഷ് സർക്കാരിന്റെ കർശന നിർദ്ദേശം. ഉൽപ്പന്നങ്ങളിലെ ഉപ്പിന്റെയും പഞ്ചസാരയുടെയും അളവ് കുറയ്ക്കണം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കായുള്ള ലഘുഭക്ഷണങ്ങളുടെ വിപണനം അവസാനിപ്പിക്കണം. ശാസ്ത്രീയ തെളിവുകളില്ലാതെ ആരോഗ്യ ഗുണങ്ങൾ അവകാശപ്പെടുന്ന വിപണന തന്ത്രങ്ങളും നിരോധിക്കും. 18 മാസത്തിനുള്ളിൽ ഉൽപ്പന്നങ്ങൾ ആരോഗ്യകരമല്ലെങ്കിൽ കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. പ്രമുഖ ബ്രാൻഡുകളുടെ ശിശുഭക്ഷണ പൗച്ചുകളിൽ അവശ്യ പോഷകങ്ങൾ കുറവാണെന്നും മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിപണന തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് കണ്ടെത്തിയത്. ശിശുഭക്ഷണ വിപണിയിൽ പൗച്ചുകളും പഴം, പച്ചക്കറി അടിസ്ഥാനമാക്കിയുള്ള സ്ട്രോ, പഫ്സ്, വേഫറുകൾ പോലുള്ള ലഘുഭക്ഷണങ്ങളും വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയെ ആരോഗ്യകരമെന്ന് വിശേഷിപ്പിക്കുന്നത് ക്രിപ്സോ, സ്വീറ്റ്സോ പോലുള്ളവയാണ് എന്ന് മുൻ സർക്കാർ ചീഫ് ന്യൂട്രീഷ്യൻസ് ഡോക്ടർ ആലിസൺ ടെഡ്സ്റ്റോൺ വിമർശിച്ചു. കമ്പനികൾ ലാഭത്തിന് മുൻഗണന നൽകുന്നുണ്ട്, കുട്ടികളുടെ ആരോഗ്യം അവഗണിക്കുന്നു എന്നും അവർ കുറ്റപ്പെടുത്തി. നിർമ്മാതാക്കൾ ഉയർന്ന നിലവാരമുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കണം. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.